നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡെറ്റ് പൊസിഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിന്ന് തന്നെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഡെറ്റ് ഇൻ ദി ലാസ്റ്റ് ഡീക്കേഡ് ഈസ് ഇൻക്രീസിങ് കൺസിസ്റ്റന്റ്ലി. ശരിയാണോ? ഡെഫിനറ്റ്ലി നോട്ട് അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് ഡെറ്റ് ഇൻ ദി ലാസ്റ്റ് ഡീക്കേഡ് ഈസ് ഡിക്രീസിങ് കണ്ടിന്യൂസ്ലി. അതും ശരിയല്ല. ഇവിടെ എന്താ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ഓരോ വർഷവും ഡെറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ചില വർഷങ്ങളിൽ കൂടുന്നു. ഇവിടെയാണെങ്കിൽ നോക്കിയേ, 2000 കാലഘട്ടത്തിൽ 11% ഓഫ് GDP ആയിരുന്നത് ദേ കുറഞ്ഞു വന്നു. എഗൈൻ ദേ കൂടുന്നു, വീണ്ടും ദേ ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും കൂടുന്നു, ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും കൂടുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ 2 ആക്ടുകൾ നമ്മൾ വന്നു. ഒന്ന് FRBM ആക്ട്, വേറൊന്ന് FRBM റിവ്യൂ കമ്മിറ്റി. ശരിയല്ലേ? ഈ 2 കമ്മിറ്റീസിന്റെയും ആക്ടിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഗവൺമെന്റ് പതുക്കെ ഡെറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഡെറ്റ് കൺട്രോൾ ചെയ്യുന്ന ആ പോളിസീസിനെ നമ്മൾ എന്തെന്ന് പേര് വിളിച്ചിരുന്ന കഴിഞ്ഞ ദിവസം എടുത്തു? ഫിസ്ക്കൽ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്തിലേക്ക് കിടക്കാം? ഫിനാൻസ് കമ്മീഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കാനുണ്ട്? പോളിറ്റിയിൽ പഠിക്കാനുണ്ട്. പോളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ UPSC, ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എടുക്കാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇന്നൊരു ന്യൂസ് ഉണ്ട് കേട്ടോ. കേരള ഗവൺമെന്റ് അപ്പോയിന്റ്സ് ദി ചീഫ് ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. So what is the difference between statutory body and constitutional body? Statutory body എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാസ്സാക്കുന്ന നിയമം അല്ലെങ്കിൽ ലോ മുഖേനയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഫോർ എക്സാമ്പിൾ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കി. ആ നിയമം മുഖേനയാണ് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഫോം ചെയ്തിട്ടുള്ളത്. SHRC, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഫോം ചെയ്തിട്ടുള്ളത്. മറിച്ച് ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിൽ നോക്കി, ഇവിടെ ആദ്യത്തെ ലൈന് ഞാൻ അതാണ് എഴുതിയിട്ടുള്ളത്. എന്താണത്? ഫിനാൻസ് കമ്മീഷൻ ഈസ് സെറ്റപ്പ് അണ്ടർ ആർട്ടിക്കിൾ 280. കോൺസ്റ്റിറ്റ്യൂഷനിലെ 280 ആർട്ടിക്കിൾ പ്രകാരമാണ് ആര് ഫോം ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഇനി എന്താണ് ഫിനാൻസ് കമ്മീഷന്റെ റോള്, എങ്ങനെയാണ് അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ഹൂം? എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ലെവലാണെങ്കിൽ പ്രസിഡന്റ്, സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഗവർണർ. വൈ? സെൻട്രൽ ലെവലിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനെ വിളിക്കുന്ന പേരാണ് പ്രസിഡന്റ്. സ്റ്റേറ്റ് ലെവലിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനെ വിളിക്കുന്ന പേരാണ് ഗവർണർ. അപ്പൊ അതിൽ നിന്നൊരു ഉത്തരം പറയും. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക? UPSC കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക? പ്രസിഡന്റ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CEC, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണറെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രസിഡന്റ്. സ്റ്റേറ്റിലേക്ക് വാ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ PSCയിലെ മെമ്പേഴ്സിനെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക? ഗവർണർ. ഓക്കെ ആണോ? കമ്പാരിസൺ ഓക്കെ. So the members of Finance Commission are appointed by President. എപ്പോ? Every 5th year. യൂഷ്വലി ഒരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അടുത്ത 5 വർഷത്തേക്കുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും അവർ കൊടുക്കുക. ഓരോ വർഷവും പ്രസിഡന്റ് എന്തിനെ അപ്പോയിന്റ് ചെയ്യില്ല? ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യില്ല. 5 വർഷത്തിൽ ഒരിക്കലാണ് ഫിനാൻസ് കമ്മീഷനെ റെക്കമെൻഡ് ചെയ്യുക. ഇതിൽ നിന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ശ്രദ്ധിച്ച് കേട്ടോളാം. It is mandated by the president to appoint finance commission every 5th year.
ഞാൻ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു സ്റ്റേറ്റ്മെന്റിൽ, മാൻഡേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എല്ലാ 5 വർഷം കൂടുമ്പോഴും നിർബന്ധമായും പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണം. ഇതാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 5 വർഷത്തിൽ ഒരിക്കൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിന് ഒരു 4 വർഷം കഴിയുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാം. ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണം എന്ന് തോന്നിയാൽ 3 വർഷം കഴിയുമ്പോൾ അപ്പോയിന്റ് ചെയ്യാം. 1 വർഷം കഴിഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതും ചെയ്യാം. യൂഷ്വലി 5 വർഷത്തിലാണ് ചെയ്യുന്നത് എന്ന് മാത്രം. കൃത്യമായി 5 വർഷം കഴിഞ്ഞാലേ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. കൃത്യമായ എക്സാമ്പിൾ തരാം. 15th ഫിനാൻസ് കമ്മീഷൻ, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ, ആ ഫിനാൻസ് കമ്മീഷൻ 2 റിപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. ഒന്ന് കോവിഡിന്റെ ടൈമിൽ 2020-21 വർഷത്തേക്ക് ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2021-26ലേക്കും റിപ്പോർട്ട് തന്നിട്ടുണ്ട്. യൂഷ്വലി അവരെപ്പോഴും തരാ ഒറ്റ റിപ്പോർട്ടാണ് 5 വർഷത്തേക്ക്. ഗവൺമെന്റ് പ്രസിഡന്റിനോട് പറഞ്ഞു, ഫിനാൻസ് കമ്മീഷനോട് 1 വർഷത്തേക്കുള്ള വേറൊരു അഡീഷണൽ റിപ്പോർട്ടും കൂടി വേണമെന്ന്. അപ്പൊ പ്രസിഡന്റിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. യൂഷ്വലി 5 വർഷത്തിൽ ഒരിക്കലാണ് അപ്പോയിന്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിൽ ഒരിക്കലേ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പേഴ്സ് ആണുള്ള, ചെയർമാനും 4 മെമ്പേഴ്സും. നിലവില് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഏതായിരിക്കും പഠിക്കേണ്ടി വരിക? 15th ആയിരിക്കും. കാരണം എന്താ? 16th ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇനി ഡേറ്റ കളക്ട് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്ത് അവര് റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 16th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നവരെ ഗവൺമെന്റ് ഏത് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ് ഫോളോ ചെയ്യുക? അതിന് മുന്നത്തെ ഫിനാൻസ് കമ്മീഷൻ, 15th ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. എന്തൊക്കെയാണ് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? എവിടെ കോട്ട് ചെയ്യാം? എക്കണോമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കോട്ട് ചെയ്യാം. പ്രിലിമിനറിക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി? ഈ ടേം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നതിന് നിങ്ങൾ വേണമെങ്കിൽ എന്തെന്ന് പേര് വിളിച്ചോ? ഡ്യൂട്ടീസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഡ്യൂട്ടീസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ആദ്യത്തെ വാക്ക് നമുക്കൊന്ന് വായിക്കാലോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യവുമായി ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ പോവാണ്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ചു. ആ ബോക്സിന് ഞാനൊരു പേരിടാണ് CFI, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു വാലറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് വിചാരിക്കുക. എന്താണ് ഈ ഗവൺമെന്റിന്റെ വാലറ്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രത്യേകത? ഗവൺമെന്റിന് വരുന്ന എല്ലാ തരം റവന്യൂസ്, ഏത് തരം റവന്യൂ? ടാക്സ് റവന്യൂസ്. ടാക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ഇൻകം ടാക്സ് ആവാം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഏതൊക്കെ? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, GST, കസ്റ്റംസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ പലതരത്തിലുള്ള ടാക്സുകളെ കുറിച്ച് കേട്ടു അല്ലെ? ഈ എല്ലാ ടാക്സും കൂടി വന്നിട്ട് ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിടാണ്. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൈസ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണം. ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. എന്താ പേര്? അപ്രോപ്രിയേഷൻ ലോ. ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ കാശും യൂണിയൻ ഗവൺമെന്റിന്റെ ആണോ? സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പണിയെടുക്കുന്ന ഇൻകം ടാക്സ് പോകുന്നുണ്ട്. ഓരോ സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ അടയ്ക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. ശരിയല്ലേ? ഈ വരുന്ന ടോട്ടൽ പൈസന്ന് ചെറിയൊരു വിഹിതം ആർക്കും കൂടി അവകാശപ്പെട്ടതാ? സ്റ്റേറ്റ്സിന് അവകാശപ്പെട്ടതാ. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്ന പൈസ എത്ര ശതമാനം സെന്ററിന് കൊടുക്കാം, എത്ര ശതമാനം സ്റ്റേറ്റിന് കൊടുക്കാം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് റോൾ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് റോൾ അല്ലേ? ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഇല്ല എന്ന് വിചാരിക്കും. വാട്ട് വിൽ ഹാപ്പൻ? നിലവിലെ ബഡ്ജറ്റിൽ സംഭവിച്ച അതേ പ്രശ്നം എന്താണ്? നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും വാരിക്കോരി കൊടുക്കും. ബാക്കി ഒപ്പോസിഷൻ റൂൾ ചെയ്യുന്ന സ്റ്റേറ്റിന് എന്ത് കിട്ടില്ല?
പൈസ കിട്ടില്ല. മനസ്സിലായോ? മറിച്ച് ഫിനാൻസ് കമ്മീഷന്റെ അഡ്വാൻറ്റേജ് എന്താ? അവർ ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് എന്ത് ഡിസൈഡ് ചെയ്യുക. അടുത്ത സ്ലൈഡിൽ ആ പാരാമീറ്റർ ഞാൻ പഠിപ്പിക്കും. ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഫിനാൻസ് കമ്മീഷൻ പറയും സെന്ററിന് ഈ ടോട്ടൽ പൈസയിൽ ഇത്ര ശതമാനം, സ്റ്റേറ്റിന് ഇത്ര ശതമാനം. ഇനി സ്റ്റേറ്റുകളെ മൊത്തത്തിൽ എടുക്കാലോ. അപ്പൊ ഇത് ക്ലിയർ ആണോ? വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? ഇന്ത്യയുടെ പോളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മുകളിലാണ് എന്തുള്ളത്? യൂണിയൻ ഗവൺമെന്റ്. താഴെയാണ് എന്തുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതിനെയാണ് നിങ്ങൾ പോളിറ്റിയിൽ എന്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഡ്യുവൽ പോളിറ്റി എന്ന് പറഞ്ഞ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡ്യുവൽ പോളിറ്റി എന്ന് പറഞ്ഞ എന്താ? മുകളിൽ അല്ലെങ്കിൽ 2 ടയർ ഗവൺമെന്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമുക്ക് 2 ടയർ ഗവൺമെന്റ് അല്ലെ, 3 ടയർ ഉണ്ട്. എപ്പോ? 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കി നമുക്ക് ഇതിന് താഴെ വേറൊരു ലെവലും കൂടി ഉണ്ട്. എന്താ? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അർബൻ ലോക്കൽ ബോഡി. ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് LSG, ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ 3 ടയർ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ മൊത്തത്തിലുള്ള പൈസ ഇയാൾക്കും ഇയാൾക്കും ഡിവൈഡ് ചെയ്യാം. വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എന്തെന്ന് പേര് പറയുന്നത്? വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലെ? ഈ സ്റ്റേജിന് എന്ത് ക്ലിയർ ആയി? സെന്ററിന് ഇതിൽ നിന്ന് X% പൈസ കിട്ടും, എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടി Y% കിട്ടും. എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടി Y% പൈസ കിട്ടും. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ എന്തോ ചോദിക്കുക എന്നോട്? ഈ Y% ഓരോ സ്റ്റേറ്റിനും എത്ര പെർസെന്റേജ് വെച്ച് പൈസ കിട്ടും? ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഡ്യൂട്ടി. നോക്കിയേ. Measures principle governing grants in aid to the states by the center. Measures needed to augment the consolidated fund. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ്. ഇതിന് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്റ്റേറ്റുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തായിരിക്കും വാക്ക് ഉപയോഗിക്കുക? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ. ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് പുറമെ പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനോട് ഫൈനാൻസുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചോദിച്ചാലും അതിനെ കുറിച്ചും കൂടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഫിനാൻസ് കമ്മീഷൻ ബാധ്യസ്ഥനാണ്. അതാണ് 4ാമത്തെ പോയിന്റ്. എനി അതർ മാറ്റേഴ്സ് റെഫേർഡ് ടു ഇറ്റ്. പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനോട് പറയാണ് ഇന്ത്യയുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൂടി സബ്മിറ്റ് ചെയ്യാൻ ഫിനാൻസ് കമ്മീഷൻ ബാധ്യസ്ഥനാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പോളിറ്റിയിൽ ഒരു വാക്ക് കാണും. ആ വാക്കും കൂടി ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഫിനാൻസ് കമ്മീഷനാണ് ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ ഫെഡറലിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എൻഷുർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഫെഡറലിസം? മക്കളായി പറയും. എന്ത് ഈ ഫെഡറലിസം? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പോളിറ്റിയിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഫെഡറലിസവും യൂണിറ്ററി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെൻട്രൽ ഗവൺമെന്റ് താഴെയുള്ള പെരിഫറി ഗവൺമെന്റിന് അധികാരം കൊടുക്കുകയാണെങ്കിൽ അതിന് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പേര് പറയും. എക്സാമ്പിൾ ബ്രിട്ടൻ. ശരിയല്ലേ? എന്താണ് ഈ ഫെഡറൽ ഗവൺമെന്റ്? എക്സാമ്പിൾ USA. കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും അധികാരം കൃത്യമായി വേർതിരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെഡറലിസം. അപ്പൊ എന്തായിരിക്കും ഫൈനാൻഷ്യൽ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? സെന്ററിനും സ്റ്റേറ്റിനും ടോട്ടൽ ഫൈനാൻസിൽ എത്ര ശതമാനം കൊടുക്കണമെന്ന് കൃത്യമായി പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫൈനാൻഷ്യൽ ഫെഡറലിസം. ആരാണ് ഈ ഫൈനാൻഷ്യൽ ഫെഡറലിസം റെക്കമെൻഡ് ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷൻ. വീണ്ടും ഞാൻ പറയാണ്, ദി റെക്കമെൻഡേഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻസ് ആർ ജസ്റ്റ്. എന്തായിരിക്കും ഇതിനർത്ഥം? The recommendation of finance commissions are just advisory. ഫിനാൻസ് കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും. അവരത് പാസ്സാക്കണം അല്ലെങ്കിൽ അവർ നിലവിൽ കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധമില്ല. വേറൊരു എക്സാമ്പിൾ പറയട്ടെ. UPSC അല്ല നിങ്ങളുടെ പരീക്ഷ നടത്തുന്ന UPSC റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെയും അപ്പോയിന്റ് ചെയ്യണമെന്ന് DOPTക്ക് നിർബന്ധമില്ല. UPSCക്ക് എന്തിനു മാത്രമുള്ള അധികാരമുള്ളൂ? പരീക്ഷ നടത്തിയിട്ട് തരക്കേടില്ലാത്ത കുറച്ച് ആളുകളെ ആർക്ക് റെക്കമെൻഡ് ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പേഴ്സണലിന് റെക്കമെൻഡ് ചെയ്യും. അതിൽ നിന്ന് ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യണം എന്നത് ആരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ താല്പര്യമാണ്? DOPTയുടെ താല്പര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ?
കഴിഞ്ഞ വർഷം എൻ്റെ ഒപ്പം പരീക്ഷ എഴുതിയാൽ സർവീസ് അല്ലെങ്കിൽ പരീക്ഷ ക്ലിയർ ആയി ചില ആളുകൾക്ക് ഇപ്പോഴും സർവീസ് കിട്ടിയിട്ടില്ല. അതിന് കാരണം ചില ഡോക്യുമെന്റ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാവാം. പല കാരണങ്ങൾ കൊണ്ട് കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പൊ പരീക്ഷ പാസ്സായി എന്നതിനർത്ഥം നിങ്ങൾക്ക് എന്തായി ജോലി കിട്ടും എന്നല്ല. UPSC ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിലും ഗവൺമെന്റിലേക്ക് എന്താ അഡ്വൈസ് ചെയ്യാനുള്ള പവറേ ഉള്ളൂ. തീരുമാനം എടുക്കേണ്ടത് ആരുടെ പവറാ? സെൻട്രൽ ഗവൺമെന്റിന്റെ പവറാണ്. ഈ പോയിന്റ് ഓക്കെ ആണോ? ഇതിൽ നിന്ന് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയണു, തെറ്റാണോ ശരിയാണോ എന്ന് പറയാ. ദി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദി ഫിനാൻസ് കമ്മീഷൻസ് ആർ ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ്. തെറ്റാണോ ശരിയാണോ? ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാനാണ് കേട്ടോ. ദി റെക്കമെൻഡേഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻസ് ആർ ബൈൻഡിങ് ഓൺ ദി ഗവൺമെന്റ്. ബൈൻഡിങ് എന്ന് വെച്ചാൽ വാക്കിനർത്ഥം എന്താ? ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ നിർബന്ധമായും ഗവൺമെന്റ് ഫോളോ ചെയ്യണം. നിർബന്ധമായി ഫോളോ ചെയ്യണോ? വേണ്ട, അത് ഒരു ഡിസ്ക്രിപ്ഷന്. പക്ഷെ അവിടെ അടുത്തൊരു പ്രശ്നമുണ്ട്. ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. ഗവൺമെന്റ് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒപ്പോസിഷൻ എവിടെ ചോദ്യം ചോദിക്കും? പാർലമെന്റിൽ ചോദ്യം ചോദിക്കും. അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം ഉള്ളതുകൊണ്ട് ജനറലി ദേ ആർ ഫോളോയിങ്. കാരണം ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് ജനറലി ഗവൺമെന്റ് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിർബന്ധമായി ഫോളോ ചെയ്യണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? പല ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിലേക്ക് വരാം. 11th 12th 13th 14th ഇതിൽ ആരെ മാത്രം ഫോക്കസ് ചെയ്യാം? ഞാൻ ജസ്റ്റ് ഡേറ്റ് സമ്മറൈസ് ചെയ്തെന്നുള്ളൂ. ഇപ്പൊ എന്താണ് 15th ഫിനാൻസ് കമ്മീഷന്റെ പ്രത്യേകത? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്ന പൈസയിൽ നിന്ന് 41% പൈസ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു? സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. 14th ആണെങ്കിൽ ഇത് 42% റെക്കമെൻഡ് ചെയ്ത്. ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാം കേട്ടോ. 14th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു CFIയിൽ നിന്നുള്ള 42% ഫണ്ട് സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം എന്ന്. 15th ഫിനാൻസ് കമ്മീഷൻ അത് 41 കുറച്ചതിന് കാരണം 2019 ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് ഒന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. എന്താ പരിപാടി? JNK ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആയിരുന്നു. 2019 JNK റീ ഓർഗനൈസേഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കി ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ? ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി, ലഡാക്ക് യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി ആരുടെ കീഴിലാ? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. കംപ്ലീറ്റ് ഫണ്ടിങ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോ സ്റ്റേറ്റ് ഷിപ്പ് എന്ന് പറയുന്നത് JNK പോയത് കൊണ്ടാണ് 14th ഫിനാൻസ് കമ്മീഷനിലെ 42% ഷെയർ 15th ഫിനാൻസ് കമ്മീഷനിലേക്ക് വന്നപ്പോൾ 41% ആക്കി കുറച്ചത്. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ പ്രകാരം CFIയിൽ വരുന്ന പൈസയിൽ 41% ആർക്ക് കിട്ടും? സ്റ്റേറ്റ്സിന് കിട്ടും. ബാക്കി എത്രയാ? 59% സെന്ററിന്. അല്ലെ? എന്ത് ഡിവിഷനാണ് ഇതിന് പേര് വിളിച്ചേ? വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഓരോ സ്റ്റേറ്റിനും ഈ 41% നിന്ന് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് അടുത്തത് നോക്കാം. സ്റ്റേറ്റുകൾ തമ്മിൽ ഈ പൈസ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻസ് കമ്മീഷൻ ചില പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്? ഇത് തൽക്കാലം ഫോക്കസ് ചെയ്യണ്ട. 15th ഫിനാൻസ് കമ്മീഷന്റെ ഇവിടെ ഇത് ബ്ലാങ്ക് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ടേം വേണ്ട. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടൽ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫോർമുലയിൽ 15% വെയിറ്റേജ് എന്തിനാണ്? പോപ്പുലേഷൻ. ഏത് വർഷത്തെ സെൻസസാ? 2011. 2011 ശേഷം ഇന്ത്യയിൽ സെൻസസ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് റീസെന്റ് കോവിഡിന്റെ ടൈമിൽ എന്ത് നടത്തണമായിരുന്നു? സെൻസസ് എന്ന് പറയുന്നത് എന്ത് തരം എക്സസൈസ് ആണ്? ഡീക്കേഡൽ എക്സസൈസ് എന്ന് പറയും. എന്ത് ഡീക്കേഡൽ എന്ന് പറഞ്ഞാൽ 10 വർഷം കൂടുമ്പോൾ നടത്തേണ്ട പ്രൊസീജിയറാണ്. ഇപ്പൊ 2011 കഴിഞ്ഞ അടുത്ത സെൻസസ് എപ്പോഴാണ്? 2021. ആ സമയത്താണ് ഇന്ത്യയിൽ കോവിഡ് വന്ന്. കോവിഡിന് ശേഷം ഗവൺമെന്റ് ഇതുവരെ എന്ത് നടത്തിയിട്ടില്ല? സെൻസസ് നടത്തിയിട്ടില്ല. ആക്ച്വലി സെൻസസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. ഈ സെൻസസിനെ ബേസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ഒരുപാട് എക്കണോമിക് പോളിസി, സോഷ്യൽ പോളിസീസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ 15th ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പാരാമീറ്റർ ആണ് പോപ്പുലേഷൻ ഡേറ്റ. ഏത് വർഷത്തെ? 2011. അതിന് എത്ര വെയിറ്റേജ് കൊടുത്ത്? ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ വെയിറ്റേജുകൾ എങ്ങനെ ചോദിക്കാറുണ്ട്? താഴെ പറയുന്ന പാരാമീറ്ററുകൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാന്ന് പറഞ്ഞ് ചോദ്യം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ഒരു പാരാമീറ്റർ 15th ഫിനാൻസ് കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് എന്താണ്? ഏരിയ.
ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റേറ്റിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അതിന് എത്ര ശതമാനം വെയിറ്റേജ് കൊടുത്തു? 15%, 15%. ഇനി അടുത്തത് ഫോറസ്റ്റ് കവർ. ഫോറസ്റ്റ് കവർ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യും. അതേപോലെ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ ഭൂരിഭാഗം ഏരിയയിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഫോറസ്റ്റ് ഉണ്ടാവുക. മറിച്ച് മഹാരാഷ്ട്ര അല്ലെങ്കിൽ കേരളം പോലുള്ള സ്റ്റേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറെ, അല്ലെങ്കിൽ തമിഴ്നാട്, അതിലൊക്കെ കുറെ ഇൻഡസ്ട്രീസ് അല്ലേ. ഒരു സ്റ്റേറ്റിൽ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ആവശ്യത്തിന് റവന്യൂ കിട്ടും. ഓക്കെ ആണോ പറഞ്ഞ പോയിന്റ്? ഒരു സ്റ്റേറ്റിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ്, അല്ലെങ്കിൽ ലോക്കലായിട്ട് ഒരുപാട് ടാക്സ്, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് വരുമാനം കിട്ടും. ഫോറസ്റ്റ് ഒരുപാടുള്ള സ്റ്റേറ്റ് ആണെങ്കിലോ അവർക്ക് വരുമാനം ഒബ്വിയസ്ലി കുറവായിരിക്കും. അവർക്ക് വരുമാനം കൂട്ടാൻ വേണ്ടി എല്ലാ ഫോറസ്റ്റും വെട്ടി നിരത്തി അവിടെ ഇൻഡസ്ട്രി കൊണ്ടുവന്നതിന് എന്താ ഉണ്ടാവുക? നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് കവർ കുറയും, ബയോഡൈവേഴ്സിറ്റി അഫക്റ്റ് ചെയ്യും, റെയിൻ പാറ്റേണിനെ അഫക്റ്റ് ചെയ്യും, റിവേഴ്സിന്റെ ഫ്ലോനെ അഫക്റ്റ് ചെയ്യും, എർത്ത് ക്വയ്ക്ക് ഇൻക്രീസ് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റിൽ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫോറസ്റ്റിനെ എന്ത് ചെയ്യണം? ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യണ്ടേ? ആ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആക്കി എടുത്തിട്ടുള്ളത്. നോക്കിയേ, 12th ഫിനാൻസ് കമ്മീഷനിലും ഫോറസ്റ്റ് കവറിനെ കൺസിഡർ ചെയ്തിട്ടില്ല. 13th ഫിനാൻസ് കമ്മീഷനും കൺസിഡർ ചെയ്തിട്ടില്ല. 14th വെറും 7.5% ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. 15th 10% കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന് ഇമ്പോർട്ടന്റ്? വി ആർ മൂവിങ് ടുവേർഡ് വാട്ട് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്കണോമി മാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യമുണ്ടാ? ഇല്ല. ആര് ഇമ്പ്രൂവ് ചെയ്യണം? എൻവയോൺമെന്റ് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, ഒരു 5 വർഷം മുന്നേ ഇത്ര ചൂടുണ്ടാ? രാത്രി ഉറങ്ങുമ്പോഴൊന്നും ഇത്ര ചൂടില്ലല്ലോ. ഇപ്പൊ ചൂടെടുത്ത് നമുക്ക് നിക്കക്കള്ളിയില്ല. മഴ പെയ്ത ചെറിയൊരു തണവുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ സമയത്തും ചൂടാ. ഇനി വരും വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരും. വൈ? വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തും. അപ്പൊ അതൊക്കെ ഗവൺമെന്റിന്റെ ഓറിയന്റേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ വേണമെങ്കിൽ ഫിനാൻസ് കമ്മീഷന്റെ ഈ ട്രജക്ടറി നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ദി 12th and 13th ഫിനാൻസ് കമ്മീഷൻ നെവർ കൺസിഡേർഡ് ഫോറസ്റ്റ് ആസ് എ പാരാമീറ്റർ. 14th and 15th ഫിനാൻസ് കമ്മീഷൻ കൺസിഡേർഡ് ഫോറസ്റ്റ് കവർ as an important parameter which indicates government's commitment towards sustainable development or the protection of environment. Protection of environment എന്ന് പറയുന്നത് എന്തിൽ എഴുതിയിട്ടുണ്ട്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമ്മുടെ ഓരോരുത്തരുടെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 പാരാമീറ്റർ ആയില്ലേ? 15th ഫിനാൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെയാ? റിപ്പീറ്റ് ചെയ്യും. പോപ്പുലേഷൻ, 2011 ഡേറ്റ, ഏരിയ ഓഫ് ദി സ്റ്റേറ്റ്, ഫോറസ്റ്റ് കവർ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻകം ഡിസ്റ്റൻസ്. ഓരോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഇൻകത്തിന്റെ ഡിഫറൻസ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടത്, അതോ പുവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനാണ് കൂടുതൽ പൈസ കൊടുക്കേണ്ടത്? ഒബിയസ്ലി പുവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒഡീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്. ഇന്ത്യയിൽ ഏകദേശം 70% മൈനിങ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ത്? ഒഡീഷ എന്ന് പറയുന്നത്. 70% മൈനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉള്ള സ്റ്റേറ്റ് ആണ് ഒഡീഷ. പക്ഷെ ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ വളരെ മോശം. ഒഡീഷയിൽ നിന്ന് മൈൻ ചെയ്യുന്ന റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ വരുന്ന സാധനങ്ങൾ ഇവരുടെ സ്വന്തം റിസോഴ്സസ് ആണോ? അല്ലല്ലോ. വേറൊരു സ്റ്റേറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വരുന്ന കാര്യമല്ലേ? പക്ഷെ അതിന്റെ ഡെവലപ്മെന്റ് വേറെ ആളുകൾക്കാണ് കിട്ടുക. ഇതിനെ എക്കണോമിയിൽ വിളിക്കുന്ന ഒരു വാക്കാണ് റിസോഴ്സ് കേഴ്സ്. എന്തെന്ന പേര് വിളിക്കുക? റിസോഴ്സ് കേഴ്സ് എന്ന് പറയും. സ്വന്തമായി റിസോഴ്സസ് ഉണ്ടായിട്ടും അവർക്ക് അതിന്റെ ഡെവലപ്മെന്റ് ഇല്ല. ആ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ ഏത് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇൻകം ഡിസ്റ്റൻസ്. ഏറ്റവും കൂടുതൽ GDP ഉള്ള ഒരു സ്റ്റേറ്റും ഓരോ സ്റ്റേറ്റിന്റെ GDP കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഫിനാൻസ് കമ്മീഷൻ പൈസ റെക്കമെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻകം ഡിസ്റ്റൻസ്. ഈ ഒരു പാരാമീറ്റർ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, വെട്ടി. ഇനി അടുത്തത് എന്തായിരിക്കും? ടാക്സ് എഫേർട്ട്. എന്തുകൊണ്ടായിരിക്കും ടാക്സ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ? ഇപ്പോ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും അടയ്ക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ പല സ്റ്റേറ്റ് ഗവൺമെന്റിലെ കമ്പനികൾ, ഇൻഡിവിജ്വൽസ് അടയ്ക്കുന്ന ടാക്സ് ആണ് എന്ത്? കൺസോളിഡേറ്റഡ്
ഫണ്ട് ഓഫ് ഇന്ത്യ. അതിൽ നിന്നല്ല ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ മോറലി കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന സ്റ്റേറ്റിന് കൂടുതൽ പൈസ കിട്ടണം എന്നുള്ളത് ഒരു മോറൽ ഒബ്ലിഗേഷൻ അല്ലേ? ഇപ്പൊ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ ഒരുപാട് ടാക്സ് അതിലേക്ക് അടയ്ക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് തിരിച്ച് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന പൈസ വളരെ കുറവായിരിക്കും. ആ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന സ്റ്റേറ്റുകൾക്ക് ചെറിയൊരു വെയിറ്റേജ് കൊടുക്കാനാണ് 15th ഫിനാൻസ് കമ്മീഷൻ. ബാക്കിയുള്ള ഒന്നിലും അത് കാര്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. 15th ഫിനാൻസ് കമ്മീഷൻ ടാക്സ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട കേട്ടോ, ഇതിന്റെ പേരും പെർസെന്റേജ് പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത റേഷണലാണ് പറയുന്നത്. ഈ സെക്കൻഡ് പാരാമീറ്ററും ഇപ്പൊ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള പാരാമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെക്കൻഡ് പാരാമീറ്റർ പോപ്പുലേഷൻ 2011 ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റിന് കൂടുതൽ ഷെയർ എവിടെ കിട്ടും? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടും, ശരിയല്ലേ? പക്ഷെ നമ്മൾ ആ ഒരു പാരാമീറ്ററിന് ഒരുപാട് ഫോക്കസ് ചെയ്ത എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോള് നാട്ടിൽ നടക്കില്ല. നോർത്തേൺ സ്റ്റേറ്റുകളും സദേൺ സ്റ്റേറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? സദേൺ സ്റ്റേറ്റുകളൊക്കെ 1971 ശേഷം പോപ്പുലേഷൻ കൺട്രോളിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്റ്റീവ് മെഷേഴ്സ് എടുത്ത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ വളരെ കുറവാണ്. അപ്പൊ പോപ്പുലേഷന് മാത്രം ഫിനാൻസ് കമ്മീഷൻ കൊടുത്ത ഏത് കാറ്റഗറി ഓഫ് സ്റ്റേറ്റിനായിരിക്കും അഡ്വാൻറ്റേജസ് കിട്ടുക? നോർത്തേൺ സ്റ്റേറ്റ്, ബീഹാർ, UP, ജാർഖണ്ഡ്, അതേപോലെയുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകൾക്കായിരിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ ഏത് ഡിസിഷൻ എടുത്തു? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യൽ നമ്മുടെ നാടിന് വളരെ അത്യാവശ്യം. വൈ? അഗെയിൻ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എക്കണോമി, റിസോഴ്സസ് ഈസ് ലിമിറ്റഡ്. റിസോഴ്സസ് ഈസ് ലിമിറ്റഡ്. ഈ എക്കണോമിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭാവിയിൽ നമുക്ക് റിസോഴ്സസ് എല്ലാവർക്കും എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ്. ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ്. അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു? 12.5, ടോട്ടൽ 100. അടുത്ത പേജിൽ അത് മാത്രം ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് പഠിച്ചേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കിതിന് വെയിറ്റേജിന്റെ ബേസിൽ പറയാം. ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഏതിനാ? 45% വെയിറ്റേജ് ഇൻകം ഡിസ്റ്റൻസ്. സെക്കൻഡ് വൺ പോപ്പുലേഷനും ഏരിയയും സെയിം വെയിറ്റേജ് 15%. അടുത്തത് ഏതാ? ഡെമോഗ്രാഫിക് പെർഫോമൻസ് 12.5. നെക്സ്റ്റ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. ലാസ്റ്റ് വൺ ടാക്സ് എഫേർട്ട്. ജസ്റ്റ് ഒന്ന് ഈ ഫിഗേഴ്സ് ഒന്ന് മനസ്സിലാക്കട്ടെ, ഇത് അറിഞ്ഞിരിക്കണം, ആവശ്യമുള്ള കാര്യം. എന്നാലാണ് നമുക്ക് ഇതിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പേയേഴ്സ് ആർ ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും.